സൊസൈറ്റിയിൽ ഇപ്പം വല്ലാതെ ഡിവോഴ്സുകളും ബ്രേക്കപ്പും കൂടി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ബ്രേക്കപ്പിൻ്റെ എണ്ണം കൂടാൻ കാരണമായിട്ടുള്ള ചില ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളിൽ തന്നെ, നിങ്ങളുടെ പാർട്ട്ണറിലോ നിങ്ങളിലായിട്ട് കണ്ടുവരുന്ന ആ 9 പ്രശ്നങ്ങൾ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ റിലേഷൻ നല്ല രീതിയിലേക്ക് പോകുന്നത്. ഒരിക്കലും ഒരു പ്രശ്നമുള്ള ഒരു റിലേഷൻഷിപ്പ്, പ്രശ്നമുള്ളതെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ല ഞാൻ പറയുന്നത്, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നല്ല റിലേഷൻഷിപ്പിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം, അഭിപ്രായ വ്യത്യാസവും പരാതിയും തമ്മിൽ മനസ്സിലാക്കാണ്ടിരിക്കുക, അല്ലെ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാതിരിക്കുക. അത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് പരാതി ആയിക്കോട്ടെ, അഭിപ്രായ വ്യത്യാസമായിക്കോട്ടെ, അത് പാർട്ട്ണറിന് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക, അത് അംഗീകരിക്കുക. അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളോ പരാതിയോ അത് പരാതിയായിട്ട് പറയുക, അല്ലാതെ പാർട്ട്ണറിന് അല്ലെ അയാളുടെ ഒരു പ്രശ്നമായിട്ട് പറയാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, സത്യസന്ധമായിട്ട് ആശയവിനിമയം നടത്തുക, അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ദേഷ്യത്തോടു കൂടി അല്ലെ വിദ്വേഷത്തോടു കൂടി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ളതല്ല. ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം ദേഷ്യത്തോടെയോ അല്ലെ പുച്ഛത്തോടെയോ അല്ലെങ്കിൽ പുച്ഛച്ചിരിയോടുകൂടിയോ ഒക്കെയുള്ള സംസാരം ഒഴിവാക്കുക.